ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഈ പള്ളിയുടെ ഉടമസ്ഥതയും അതിന്റെ കർത്തൃത്വവും എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധി കൊണ്ടിരിക്കുകയാണ്. ഒരു കോടതി വിധി ഉണ്ടാകുമ്പോൾ ആ കോടതി വിധി രാഷ്ട്രീയത്തിൽ മുങ്ങി മരിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കോടതി വിധി നടത്തി വരുത്താൻ ഒരു ഗവൺമെന്റിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് ജനാധിപത്യ സംവിധാനത്തിലെ ആരും പറഞ്ഞു പോകും. അതുകൊണ്ട് ഇവിടെ കോടതി വിധി നടത്തി വരുത്താൻ തടസ്സമായിട്ടുള്ള അത്ര തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. ഓർത്തഡോക്സ് വിഭാഗത്തെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യരുത് എന്ന് ഈ സമയത്ത് ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലുള്ള അനാദരവോ ഏതെങ്കിലും അന്യായത്തിന് വേണ്ടി ഓർത്തഡോക്സ് കൊണ്ട് വാദിക്കാറില്ല, ഇപ്പോഴും വാദിക്കുന്നില്ല. ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു തരണം. വർഷങ്ങൾ നീണ്ട് വ്യവഹാരങ്ങൾ നടത്തി കോടതി വിധി അനുകൂലമാകുമ്പോൾ രാഷ്ട്രീയം വന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇടപെട്ട് ആ കോടതി വിധിയെ നിഷ്ഫലമാക്കുന്ന ഒരു ദുഃഖപൂർണമായ ഒരു വ്യവസ്ഥിതി കേരളത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളത് വേദനാപൂർണമാണ് ഞങ്ങൾ ഓർക്കുന്നത്. കോടതിയുടെ നിശ്ചിതമായ വിമർശനങ്ങൾ ഗവൺമെന്റ് ഏൽക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ ഈ കോടതിയോട് വേണ്ട ബഹുമാനമില്ലാതെ ഗവൺമെന്റ് പെരുമാറുന്നുണ്ടോ എന്ന് ജനങ്ങൾക്കും കോടതികൾക്കും സംശയം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അത് ഒരിക്കലും ഈ കോഴഞ്ചേരി ഈ കോടതിയുടെ കോഴഞ്ചേരി ദേവാലയത്തിന്റെ ഇടവകളുടെ ഈ വിധിന്യായത്തിലൂടെ വീണ്ടും ഈ കോടതിയുടെ ഇതുപോലുള്ള പരാമർശങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഗവൺമെന്റിന് തയ്യാറാകരുത്. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള കോടതി വിധി നടത്തി വരുത്തണമെന്ന്